ഷാബാനു കേസിലെ വിധി വന്നതിന് ശേഷം അതിനെ മറികടക്കാനാണ് യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ ഓഫ്, അതായത് മുസ്ലിം വിമൻ റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് എന്ന് പറയുന്ന വന്നത്, മുസ്ലിം വിമൻ റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് വന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരു വിവാഹമോചിതയായ സ്ത്രീക്ക് കേട്ടോ, അതിന് അതിൻ്റെ എല്ലാ മുതലുകളും ഈ മുൻ ഭർത്താവിൻ്റെ കയ്യിലുള്ള, അതായത് ഇതിൻ്റെ മുതലുകൾ എന്തുണ്ടോ അതെല്ലാം തിരിച്ചു കൊടുക്കണം, എല്ലാ പ്രോപ്പർട്ടിയും തിരിച്ചു കൊടുക്കണം. പിന്നെ അത് കൂടാതെ ഒരു എമൗണ്ട് ഈക്വൽ ടു മഹർ, മഹർ കൊടുത്തോ കൊടുത്തില്ല എന്നുള്ളതല്ല പ്രശ്നം, ആൻ എമൗണ്ട് ഈക്വൽ ടു ദ മഹർ. മഹർ എത്ര പറഞ്ഞോ, ഇപ്പോൾ 10 പവൻ മഹർ പറഞ്ഞാൽ ആ 10 പവൻ തന്നെ വീണ്ടും കൊടുക്കണം, മഹർ കൊടുക്കണം, അതേപോലെ കൊടുക്കണം. പിന്നെ അതിനോടൊപ്പം റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, അതും കൊടുക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക്, അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് 2 വർഷത്തേക്ക് ചെലവിന് കൊടുക്കണം. അത്രേ ഉള്ളൂ, 2 വർഷത്തേക്ക്. കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുന്നത് അത് മൈനറായിട്ടുള്ള കുട്ടികൾക്ക് 2 വർഷത്തേക്കുള്ള ചെലവ് കൊടുക്കണം. അതുപോലെ പീരീഡ് ഓഫ് ഇദാത്ത് പീരീഡ് എന്ന് പറയുന്നത് ഒരു ഈ വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ 3 മാസം കേട്ടോ, 3 ചന്ദ്രമാസം ഈ സ്ത്രീ ഇദാത്ത് അനുഷ്ഠിക്കണം. ഇദാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലൊന്നും പോവാതെ കേട്ടോ, മറ്റ് പുരുഷന്മാരുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാതിരിക്കണം. കാരണം എന്താണെന്നറിയോ, ഇതിൽ കുഞ്ഞുങ്ങൾ വല്ലോ അവർ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ആ പീരീഡ് ഓഫ് ഇദാത്തിലെ ചെലവും കൊടുക്കണം. അപ്പോൾ ആ 3 മാസം ചെലവ്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ റീസണബിൾ ആൻഡ് ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് എത്ര ആണെന്നൊന്നും പറഞ്ഞിട്ടിരുന്നില്ല. അപ്പോൾ അതിനകത്ത് നേരത്തെ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു, 5 വർഷത്തെ ചിലവായിട്ടാണ് കണക്കാക്കി. അതായത് 60 മാസത്തെ ചിലവ് ഒന്നിച്ചു കൊടുക്കുക. ഒരു മാസം ഇപ്പോൾ ഒരു 10,000 രൂപയാണെന്നുണ്ടെങ്കിൽ 60 മാസത്തെ വെച്ചാകുമ്പോൾ 6 ലക്ഷം രൂപ. ഈ രീതിയിലായി അത് ആണ് ആ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അതിലൊരു വ്യത്യാസം ചെയ്തു. ഞാൻ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ വിധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഞാനത് ഈ 5 എന്നുള്ളത് 10 വർഷമാക്കി. ഞാൻ പറഞ്ഞ 5 വർഷത്തെ ചിലവ് കൊണ്ടൊന്നും ഒരു സ്ത്രീക്ക് ആജീവനാന്തം കഴിയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടി അതിനെ ഇതുപോലെ വിവാഹമോചനം നടത്തി, അതിന് 5 വർഷത്തെ ചെലവിന് കൊടുത്താൽ അതിന് കാശ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ജീവിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അത് പോരാ, 10 വർഷത്തെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിപ്പോൾ നിലവിലുണ്ട്, 10 വർഷത്തെയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. ഇതിനെയൊക്കെ മറികടക്കാനായിട്ട് ഓരോ ആശാന്മാർ ഓരോ കാര്യം ചെയ്യും. അവർ പറയും ആദ്യം അറിയാൻ വയ്യാതെ ഇതങ്ങ് ചെയ്യും കേട്ടോ, ചെയ്ത് കഴിഞ്ഞിട്ട് പറയും പിന്നെ വിവാഹമോചനം നടന്നിട്ടില്ലെന്ന് പറയും. കാര്യം വിവാഹമോചനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോകും. ഇതേതാണ്ട് ലാഭമുള്ള ഇടപാടാന്ന് വിചാരിച്ചാൽ തുടങ്ങിയത്, പക്ഷെ വന്ന് അത് വലിയ തുകയിലേക്ക് പോയി. ഇപ്പോൾ ഇദാത്ത് പീരീഡിലെ 3 മാസം ചിലവെന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു 20,000 രൂപ ചിലവിന് കൊടുക്കണമെന്നിരിക്കട്ടെ, 3 മാസം ആകുമ്പോൾ അത് തന്നെ 60,000 രൂപ ആയി. അതിനോടൊപ്പം ഈ 10 വർഷത്തെ ഇതേ ചിലവ് കേട്ടോ 20 ലക്ഷം രൂപ ആയി. അപ്പോൾ 20 ലക്ഷത്തി 60,000 രൂപ വന്നു. പിന്നെ ഇതിൻ്റെ എന്തൊക്കെ മഹർ പറഞ്ഞ ഒരു 10 പവൻ മഹർ പറഞ്ഞെന്നിരിക്കട്ടെ, അത് അത്രയും അതും കൊടുക്കണം. അതും കൂടാതെ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെ കൈവശമുണ്ടോ, ഏതൊക്കെ ഇപ്പോൾ സ്വർണം വാങ്ങിയിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുതൽ വസ്തുവൊക്കെ വിറ്റ് അവനെ കൊണ്ടുപോയി തിന്നിട്ടുണ്ടെങ്കിലോ ഇത് മുഴുവൻ തിരിച്ചു കൊടുക്കണം. അപ്പോൾ വലിയൊരു ബാധ്യതയാണ് വരുന്ന ഈ കല്യാണം ഒഴിയുന്നവർക്ക്. അങ്ങനെ ഇപ്പോൾ അങ്ങനെ തോന്നിവാസം പോലെ അതുകൊണ്ട് വിവാഹ ബന്ധങ്ങൾ ഒഴിയുന്നില്ല. ഒന്നുമില്ലാതെ ഒഴിയും. അവൻ്റെ കയ്യിലൊന്നും ഇല്ല കേട്ടോ, പിന്നെ എന്ത് ചെയ്യാമോ, അവനെ ജയിലിൽ പിടിച്ചിടുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ലല്ലോ. അതല്ലാതെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇത് ഈ 125, അതായത് നമ്മുടെ CRPC, ഇപ്പോൾ അത് CRPC അല്ല, ഇപ്പോൾ BNSS ആണ്, ഭാരതീയ നാഗരിക സുരക്ഷാ സന്നിധ. ഇതിനകത്ത് തുല്യമായ പ്രൊവിഷൻ തന്നെ ഉണ്ട്. 125 അതുപോലെ എടുത്ത് അതിനകത്ത് വെച്ചേക്കാണ്. ആ 125-ാം വകുപ്പ് അനുസരിച്ചുള്ള ആ ചെലവിന് കൊടുപ്പ്, അത് യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധം ഉള്ളപ്പോഴാണ്, അത് ഒഴിഞ്ഞിട്ടല്ല. സാധാരണഗതി ചെയ്യുന്നത്. അപ്പോൾ ഒഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവോഴ്സ്ഡ് വൈഫ് ഈസ് എൻറ്റൈറ്റിൽ ടു മെയിൻ്റനൻസ് എന്ന് സുപ്രീം കോടതിയുടെ തന്നെ വിധിയുണ്ട്. ഡൈവോഴ്സ്ഡ് വൈഫ് എൻറ്റൈറ്റിൽ ടു മെയിൻ്റനൻസ് ആണ്. പക്ഷെ അത് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചായിരുന്നില്ല ആ വിധി. മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഡൈവോഴ്സ്ഡ് വൈഫിന് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിനെ ഒന്നും മാറേണ്ട കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് എന്താ കിട്ടാത്തത്? ഈ ഡൈവോഴ്സ് കഴിഞ്ഞു, ഡൈവോഴ്സ് ആയെന്നിരിക്കട്ടെ, അവർക്ക് 125 അനുസരിച്ചുള്ള മെയിൻ്റനൻസ് അതിനകത്ത് നോക്കുന്ന പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇതല്ല, ഇത് 2 വർഷമേ കിട്ടത്തുള്ളെങ്കിൽ മറ്റേത് മേജർ ആവുന്നവർ കൊടുത്തേ പറ്റുള്ളൂ, കൊടുക്കണം.
അതേപോലെ തന്നെ മറ്റേത് അൺഎബിൾ ടു മെയിൻറ്റെയിൻ ഹേർഡ് സെൽഫ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് ജോലിയൊന്നുമില്ല, സ്ത്രീക്ക് ജോലിയില്ല, ഇതാണ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള പൈസ കൊടുക്കണം. പണ്ടൊക്കെ അത് ചെറിയ തുകയായിരുന്നു അനുഭവിക്കുന്നെങ്കിൽ ഇപ്പൊ അങ്ങനല്ല, കൂടിയ തുകകളാണ്. അപ്പോൾ വരുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ലാഭം. അങ്ങനെ നോക്കിയിട്ട് മാസത്തോറും കിട്ടിയാൽ മതി. അപ്പൊ അതെന്തുകൊണ്ട് ഈ മുസ്ലിം സ്ത്രീകൾക്കില്ല? അത് ഈ നിയമം ഉള്ളതുകൊണ്ടാണ്, റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് ഉള്ളതുകൊണ്ടാണ് ഇത് കിട്ടാതെ പോയത് എന്നുള്ളതാണ് ആ കാഴ്ചപ്പാട് വന്നത്. പക്ഷേ അതിപ്പോൾ മാറ്റി കുറിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഒരു ഇക്വാളിറ്റിയുടെ പ്രശ്നമാണ്. ഇതിനകത്ത് വേർതിരിച്ച് നിർത്തേണ്ട കാര്യമില്ല. കാസ്റ്റ് ബേസിസിൽ ഒരു ക്രിമിനൽ നിയമമായിട്ട് അത് കൊണ്ടുവരികയല്ലേ. അപ്പോൾ അതാണല്ലോ CRPCയിലും അതുപോലെ BNSSലും വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥത്തിൽ അത് ക്വാസൈ സിവിൽ ആണ് അത്, എന്നാലും അത് ക്രിമിനൽ നടപടിയിൽ കൊണ്ടുവന്ന് മജിസ്ട്രേറ്റ് കോടതിയുടെ, അതിപ്പോൾ കുടുംബ കോടതിയിലെയും പരിധിയിലേക്ക് കൊണ്ടുവന്നേക്കാണ്. അങ്ങനെ വരുന്ന ഉടനെ യഥാർത്ഥത്തിൽ അതിനകത്ത് ഇക്വാളിറ്റിയുടെ പ്രശ്നമില്ലേ? ഇപ്പോൾ ഒരു മുസ്ലിം ഒരു കുറ്റം ചെയ്താൽ വേറെ എണ്ണം, ഒരു ഹിന്ദു വരെ അതേ കുറ്റം ചെയ്താൽ വേറെ എന്ന് പറയുന്നത് ശരിയല്ല. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 ഹനിക്കുന്നതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കണം. ഞാൻ ആ വിധി മുഴുവൻ വായിച്ചില്ല. ഏതായാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ വിധി വന്നത് അത് സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു വിധി തന്നെയാണ്. കാരണം എന്താ അറിയോ, ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിനകത്ത് ഇത് കൊണ്ടുവന്നിരുന്നെങ്കിൽ വലിയ ബഹളം നടന്നേനെ. കാരണം ഇത് ഞങ്ങൾക്ക് ഇതുപോലെ റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് ഉണ്ട്, അവരെ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇത് കൊണ്ടുവന്നേക്കുന്നു, അതേ കൊണ്ടുവന്നേക്കുന്നു എന്ന് പറയും. ഇപ്പൊ ഇതൊന്നുമില്ല, യൂണിഫോമിറ്റി അല്ലേ ഈ കാര്യത്തിൽ. ഈ യൂണിഫോമിറ്റി മതി, ഒരു പ്രശ്നവുമില്ല ഈ കാര്യത്തിൽ. ഈ കാര്യത്തിലെ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്. ഈ പറയുന്നത് പോലെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച്, അതായത് ആ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ചുള്ള നടപടികളിലൂടെ മെയിൻ്റനൻസ് വാങ്ങാം, മാസം തോറും ഉള്ള മെയിൻ്റനൻസ് വാങ്ങാം. അന്നേരം എവന് പറയാനുള്ള എന്താണെന്നറിയാം, അവന് വരുമാനമില്ല. വരുമാനമില്ലെങ്കിൽ പശുവിനെ കറന്നു കൊടുക്കണം, അവൻ പോയിട്ട് എവിടെയെങ്കിലും കറവക്കാരനായിട്ട് പോകണം, ഒരു കുഴപ്പമില്ല. ജോലി ആരോഗ്യം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അവന് ജോലി ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഒരു ബന്ധപ്പാടുമില്ല, സർക്കാർ ചെലവിൽ ഈ കള്ളന്മാരോട് കൂടെ ജയിലിൽ കിടക്കാം. അങ്ങനെ ഒരുപാട് പേര് കിടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, ഒരുപാട് പേര് കിടന്നിട്ടുള്ളതാണ്, ഇഷ്ടം പോലെ കിടക്കുന്നതാണ്. ഇപ്പോഴും ഈ കൊടുക്കാതെ ഒളിച്ച് കിടക്കുന്നവന്മാരുടെ പേര് വാറണ്ടാവും, വാറണ്ടായി പിടിച്ച് നേരെ റിമാൻഡ് ചെയ്ത് അകത്തോട്ടും. അതിന് ഈ സ്ത്രീ കാശൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ കാര്യമുണ്ട്. അതുകൊണ്ട് ഏതായാലും ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ സ്വാഗതാർഹമായൊരു വിധിയാണ്. യഥാർത്ഥത്തിൽ ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന അവകാശമാണ്. ആ അവകാശം ഒരു മുസ്ലിം സ്ത്രീക്കും കിട്ടുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്, സ്വാഗതാർഹമാണ്.